ഭാഗമായിട്ട് അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ നല്ല വിലയോടുകൂടി വാങ്ങി ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായ ഓട്ടോറിക്ഷ ഓടി ജീവിക്കാൻ കഴിയാതെ മറ്റ് വാടകയ്ക്കെടുത്ത് ഓടുന്ന ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് ബഹുമാനിയായിട്ടുള്ള ശ്രീ ദിനേശ് കൗൺസിലർ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആളെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഓട്ടോ കൈമാറുന്നതിനായി ബഹുമാനിയായിട്ടുള്ള മേയർ ശ്രീ സന്തോഷ് പണ്ഡിറ്റിനോട് ആ കാര്യം ചെയ്യുന്നു. സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന സിനിമയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് നിരവധി കാലങ്ങളായിട്ട് ചെയ്യുകയാണ്. നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മുടെ ഡെപ്യൂട്ടി മേയറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ 2 ദിവസം താമസിച്ചു. ഓട്ടോയൊക്കെ സംഘടിപ്പിച്ച് രാവിലെ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യമുള്ളത്, കേരളത്തിനകത്തൊന്നും പുറത്തുനിന്നും നിരവധി പേർ നമ്മുടെ ഈ ബാഗ് കൊടുത്ത പദ്ധതിക്ക് ശേഷം, കെയർ പദ്ധതിക്ക് ശേഷം നിരവധി പേർ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വ്യക്തികളെ ദുബായിൽ നിന്ന് ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥ അവർ ദുബായിലുള്ള ലേഡീസ് നമ്മളെ കാണാൻ വേണ്ടി വരാൻ തയ്യാറായിരിക്കും. അവരെന്താ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും അർഹരായ കരങ്ങളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ എല്ലാ ആശംസകളും. സാർ, ഞാൻ 2015 ഇപ്പോൾ സിനിമയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഞാനൊരു 50% എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഒരു 90% വരെ കിട്ടുന്ന വരെ പോകുന്നത്. പക്ഷേ കഴിയുന്നത് ഒന്നുകിൽ ഒരു കുട്ടിയെ പഠിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ളത്. നമ്മളിവിടെ പലപ്പോഴും കാണുന്ന പ്രവണത അങ്ങനെയല്ലല്ലോ. അല്ല, ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു ആവശ്യക്കാരന് ഒരു 40 ലക്ഷം വേണ്ട ഒരാൾക്ക് ഒരു 500 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരച്ഛൻ അയാൾക്ക് ഫീസ് കൊടുക്കുന്നു, അയാളത് മദ്യഷോപ്പിലാണ് കൊടുക്കുന്നത്. മോള് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളോട് സെൻറ്റി അടിച്ച് മേടിക്കുകയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിച്ചത്, മകളുടെ സെമസ്റ്ററിന് ഫീസ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ മകൾ പഠിക്കുന്നൊരു സ്ഥാപനം ഉണ്ടാവുമല്ലോ. നേരെ അവിടെ ചെല്ലുന്നു, പ്രിൻസിപ്പളിനോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ആ സെമസ്റ്ററും അടുത്ത സെമസ്റ്ററും കൂടെ കഴിഞ്ഞ് ഇല്ല അച്ഛനെ, ഇതാണ് കുറച്ചുകൂടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ കുട്ടിയുടെ കൂടി ഒരു ഇതിലൂടെ ആയിട്ടാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാത്റൂം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിച്ചു. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയൊക്കെ വരുമ്പോൾ നമ്മൾ തയ്യൽ മെഷീനാണ് കൊടുക്കുന്നത്. തയ്യൽ മെഷീനിലൂടെ ഒരു പൈസ വരില്ല, അവർ പണി എടുത്താലേ തയ്യൽ മെഷീൻ. ഇപ്പോഴും ഓട്ടോറിക്ഷയെ കൊടുത്തുള്ളൂ. അയാൾ നാളെ മുതൽ അത് ഓടിച്ചാലേ പൈസയാവും. അപ്പോൾ അവരുടെ കൂടി ഇതിലൂടെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇതുപോലെ പശുക്കുട്ടി, കോഴിക്കുട്ടി, ആശുപത്രി ഞാൻ ഓട്ടോറിക്ഷ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇത് മാത്രമല്ലല്ലോ, കമ്പൂരിൽ അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് പോകണമെങ്കിൽ കൊട്ടാരക്കര പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇതിൻ്റെ കഴിവ്. അപ്പോൾ ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് പറയുന്നത്, എന്തെങ്കിലും കഴിയുന്ന നമ്മൾ ട്രൈബൽ SC/ST കോളനികളാണ് നമ്മൾ ഓപ്ഷനേറ്റ് ചെയ്യുന്നത്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കടയുടെ നമ്പർ ഞാൻ കൊടുക്കാം. സമൂഹത്തിന് ആർക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാര്യം ഡീറ്റെയിൽ എഴുതുക. നേരെ വന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലേ ചെയ്യുള്ളൂ. ഞാൻ ആരുടെയും ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടോ, അവിടെ ജാതി മതവും രാഷ്ട്രീയം ഞാൻ നോക്കുന്നൊന്നുമില്ല. 99 477 25 911 എൻ്റെ നമ്പർ. 9947725911. ഈ നമ്പറിലേക്ക് ഇതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അയയ്ക്കുക. വരുന്നു, കാര്യം മനസ്സിലാക്കുന്നു, ഓക്കെ ആണെങ്കിൽ കൊടുക്കും. അതേപോലെ തിരുവനന്തപുരം എല്ലാവിധ പിന്തുണയും നമുക്കിനിയും ഉണ്ടാവും. എന്ത് കാര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഓർക്കണം, ജോലി കിട്ടേണ്ട പടണം. അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടോ, ചെയ്തിരിക്കും, നേരെ വരുന്നു ചെയ്യും. അപ്പോൾ പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. യാദൃശ്ചികമാണ് ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി സന്തോഷേട്ടനെ കുറേ നാൾ ജനപ്രതിയായ സമയം മുതൽ തന്നെ സന്തോഷേട്ടനെ അറിയാം. പാപ്പനോട് വാർഡിലെ കൗൺസിലറായിരുന്നപ്പോൾ ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള സഹായം ആ വാർഡിലെ ഒരുപാട് ആളുകൾക്ക് സന്തോഷേട്ടൻ മുഖേന ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ കെയർ പദ്ധതി അത് ഇപ്പം നേരെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മേയർസ് കെയർ എന്ന് പറഞ്ഞപ്പോഴത്തോളം ഇത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്ക് ഒരു ഇത്ര ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഈ ഒരു പദ്ധതി ഇങ്ങനെ ചെയ്തതിന് തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ജനങ്ങളും ഏറ്റെടുത്ത് തുടങ്ങി. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മേയർസ് കെയർ പദ്ധതി ഇൻസ്പയറായിട്ട് നമ്മളെ സഹായിക്കുവാനും ഒക്കെ തന്നെ, കാരണം ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ ഭരണത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ കൃത്യമായിട്ട് അർഹരായിട്ടുള്ള എത്തുമെന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് സഹായിക്കുവാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സന്തോഷമായിട്ട് തീർച്ചയായിട്ടും മേയർസ് കെയർ പദ്ധതി ഇൻസ്പയറായിട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും സന്തോഷമായിട്ട് ഒരുപാട് നന്ദി.
തരത്തിൽ തന്നെയാണ് സന്തോഷേട്ടൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തത്. എന്തായാലും സന്തോഷേട്ടൻ്റെ ഓരോ പ്രവർത്തനത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബഹുമാനപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. തീർച്ചയായിട്ടും ആ മനസ്സെന്ന് പറഞ്ഞൊരു വിശാലമായ മനസ്സാണ്. ഇപ്പോൾ പറഞ്ഞ സംവിധായകനല്ല, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം എന്തുകൊണ്ട ക്യാമറയെ കൈകാര്യം അത്രയും ആ മേഖലയിൽ തൻ്റെ മേഖലയിൽ അത്രത്തോളം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മനസ്സ് വിശാലം. കോവിഡ് കാലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓടിയത്. ഈ സന്തോഷ് പണ്ഡിറ്റിനെ നമ്മൾ കിട്ടുമ്പോൾ കോവിഡ് കാലത്ത് ഈ കേരള സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന സമയത്ത് ഞാനന്ന് കരമനയിൽ പ്രൊഫസറായിരുന്നു. ആ സമയത്ത് ബന്ധപ്പെട്ടതാണ്. കോവിഡ് കാലത്ത് ഒരുപാട് സാഹചര്യം ആശയ്ക്കൊക്കെ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സമയത്ത് വീടുകളിൽ ചെന്ന് അർഹരായ കണ്ടുപിടിച്ച് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് നമ്മൾ നിക്ഷിപ്തമായിരുന്നുവെങ്കിലും ആ അർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ആ സ്ഥാനം എത്തിക്കുവാൻ തീർച്ചയായിട്ടും ആ ഒരു വലിയ മനസ്സിലേക്ക് 1000 കൊണ്ട് അത്രയും സഹായിക്കാൻ പറ്റില്ല, പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടാകുന്നത് അത് തന്നെയാണ് ഒരു വിശാലമായ മനസ്സ്. നന്മയുണ്ടാകട്ടെ, ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഈ വണ്ടി കിട്ടിയതിൽ വളരെ സന്തോഷം. വീട്ടിലെ ഫോട്ടോ എല്ലാ അക്കൗണ്ടിലേക്ക് 9,000 രൂപ പോയിട്ടുണ്ട്. എമർജൻസി മരം നിർത്തിയാണ്. അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് നിങ്ങളെ പേരിലേക്ക് മാറ്റണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. എനിക്ക് മെയിൻ പ്രശ്നമാണ്. അപ്പോൾ ഒന്നുകൂടെയൊക്കെ നോക്കി കണ്ട് ഓടിക്കണം. എന്തെങ്കിലും ഇത് വന്ന ആളുകൾ എന്നെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്.